ഹലോ, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാനിതവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാനൊരു ഈവനിങ് വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് സോയ വന്നപ്പോൾ സോയ സ്റ്റിക്ക് ചെയ്തതാണ് കേട്ടോ വോൾമേൽ. സോയ അസ്രീൻ, സോയാൻ്റെ ഫുൾ നെയിം, പിന്നെ അനീസ്, അസ്ലഹ, പിന്നെ വേറെ എന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ നേരെ കിച്ചണിൽ പോകുന്നുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഉഴുന്നുവട കേട്ടോ. ഞാൻ ഇതിന് മുന്നേക്ക് ഉഴുന്നുവട ഉണ്ടാക്കിയേ, പക്ഷെങ്കിൽ റെഡി ആക്കിയില്ല. എനിക്ക് റൗണ്ട് ഷേപ്പിൽ ഉഴുന്നുവടൻ്റെ ഷേപ്പ് കിട്ടുന്നില്ല. പിന്നെ ഇപ്പം അടുത്തൊരു വീഡിയോ കണ്ടാൽ എനിക്ക് മനസ്സിലായി അതിൽ അരിപ്പൊടി ചേർക്കണം എന്നുള്ളത്. അപ്പം അരിപ്പൊടി ചേർത്താൽ അടിപൊളിയായിട്ട് വരുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഉഷാറായിട്ട് ഉഴുന്നുവട ഉണ്ടാക്കാൻ പോകുന്നത്. അരച്ചു വെച്ച ഉഴുന്നിലേക്ക് അരിപ്പൊടി ചേർത്തുമെല്ലാം ഞാനിങ്ങനെ എൻ്റെ മനസ്സിലുണ്ട്. ഇന്ന് എപ്പോഴും ഞാൻ ഉണ്ടാക്കുമ്പോൾ ഉഴുന്നുവടേൻ്റെ ടേസ്റ്റ് കിട്ടും, ആ ഷേപ്പ് കിട്ടില്ല എന്നുള്ളൂ. ഇന്ന് ഷേപ്പും കിട്ടും ടേസ്റ്റും കിട്ടും എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസിലാണ് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്. ഞാൻ ഈ ഉഴുന്ന് മാവിലേക്ക് അരിപ്പൊടി ആമീസിൻ്റെ പത്തിരിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ ഉള്ളി മുറിച്ചിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇതിലിടുന്നുണ്ട്. കുഞ്ഞുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് വലിയ ഉള്ളി ഇടുന്നത്. പിന്നെ അതുപോലെ കുറച്ച് പച്ചമുളകും അതുപോലെ ഇഞ്ചിയും ഇടുന്നുണ്ട് ഇതിൽ. എന്നിട്ട് ഒന്നും നല്ലോണം മിക്സാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിടാനേ വിട്ടുപോയിന് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. എനിക്കിത് അത്യാവശ്യം ടൈറ്റിലെല്ലാം കിട്ടിയിട്ടുണ്ട്, അതാണ് ഞാനിത് നോക്കുന്നത്. സ്വതവേ ഇത് ഉഴുന്ന് മാത്രം അരക്കുമ്പോൾ ടൈറ്റിൽ കിട്ടൂലല്ലോ. അപ്പോൾ ഇന്ന് നല്ല ടൈറ്റിലെല്ലാം കിട്ടി, അതിൽ സന്തോഷമുണ്ട് എനിക്ക്. പിന്നെ ഞാൻ വേഗം തേങ്ങ എടുത്തിട്ട് പുറത്ത് വെക്കുന്നുണ്ട് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കുറച്ച് സമയം പോയിട്ട് ഫോണ് കുത്തിയിരുന്ന്. പക്ഷേ ഫോണ് കുത്തിയിരുന്നിട്ട് പിന്നെ ഞാൻ ഉഴുന്നിൻ്റെ മാവ് നോക്കുമ്പോൾ കുറച്ചുകൂടെ ലൂസായി. പിന്നെ ഞാൻ അതിലേക്ക് അരിപ്പൊടി ഇട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് മിക്സാക്കിയ വാട് ചുടണ്ടി വരുമെന്നാണ് തോന്നുന്നു. പിന്നെ ഇതാ ഞാൻ അടുപ്പിൽ ചട്ടി വെച്ച് പിന്നെ ഞാൻ കുരുമുളക് ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുരുമുളകും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം എനിക്ക് ആ റൗണ്ട് കിട്ടി ഓയിൽ വെച്ച് ചൂടായിപ്പോൾ ആ റൗണ്ട് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഞാൻ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നു. ഓരോരോ ഉണ്ടാക്കുമ്പോഴും റൗണ്ട് നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് റൗണ്ട് കിട്ടിയത്. കാരണം കുറേ പ്രാവശ്യം ഞാൻ ഉഴുന്നുവട ഉണ്ടാക്കിയതിന്, പക്ഷേ അരിപ്പൊടി ചേർത്തണമെന്ന് അറിയില്ലാത്തതുകൊണ്ട് എൻ്റെ എപ്പോഴും ഫ്ലോപ്പ് ആവില്ല. അപ്പോൾ ഷേപ്പ് കിട്ടിയതിൻ്റെ സന്തോഷമാണ് എനിക്ക്. ഇങ്ങനെ ഞാൻ വീഡിയോയിൽ അതിങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരുന്നത്. വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ എൻ്റെ ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓരോന്ന് കോരി മാറ്റുന്നുണ്ട്. പിന്നെ അടുത്ത സ്റ്റെപ്പ് പിന്നെയും ഇടുന്നുണ്ട് കേട്ടോ. ഉണ്ടാക്കിയ ഉഴുന്നുവടയിൽ നിന്ന് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ട് ഉഴുന്നുവട കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.